പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 46-ാം തിരുവചനത്തിൽ യേശു ചോദിക്കുന്നു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണം. അതിനായിട്ട് നാം കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നു. കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ദൈവം നമ്മോട് ചോദിക്കുകയാണ്, ഇങ്ങനെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കി കിട്ടണമെങ്കിൽ വചനം നാം പാലിക്കണം. ദൈവം പറയുന്ന കാര്യങ്ങൾ, യേശു പറഞ്ഞ കാര്യങ്ങൾ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമുക്ക് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടാൻ കഴിയുന്നത്. യേശു പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പ്രമാണങ്ങൾ പാലിക്കും എന്ന്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നേടണമെങ്കിൽ നാം എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയുന്നത്. കർത്താവിനെ വിളിച്ചപേക്ഷിക്കേണ്ട എന്നല്ല അവിടെ, കർത്താവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കണം. പക്ഷേ അപ്പോഴുള്ള നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ, കർത്താവ് പറയുന്നത് അനുസരിക്കുന്ന ഒരു ഹൃദയം നമുക്ക് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കൈക്കൊള്ളുകയും നമുക്ക് ദൈവത്തിൻ്റെ ആ സംരക്ഷണവും അനുഗ്രഹവും ഐശ്വര്യവും പ്രാപിക്കാനും നമുക്ക് കഴിയുന്നത്. ഹൃദയത്തിൽ കാപട്യം വെച്ചുകൊണ്ട് കർത്താവേ കർത്താവേ എന്ന് ഉറക്കെ വിളിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. യേശയ്യ 1:19 കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും എന്ന്. ഈ ഭൂമിയിൽ നാം എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്ന് ദൈവം നമ്മോട് തിരുവചനങ്ങളിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നാം ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഐശ്വര്യം ആസ്വദിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമുള്ള മനുഷ്യന് തുല്യനാണ്. മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരവധിയായ പ്രശ്നങ്ങളെയും പ്രലോഭനങ്ങളെയും പ്രതിസന്ധി ഘട്ടങ്ങളെയും ധൈര്യപൂർവവും പ്രത്യാശയോടും കൂടെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വചനം വേണം. വചനത്തിൽ അടിയുറച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഏത് പ്രയാസത്തെയും തരണം ചെയ്യുവാനുള്ള ശക്തിയും ധൈര്യവും ദൈവം നമുക്ക് നൽകും. പ്രഭാഷകൻ 15:15 പറയുന്നുണ്ട്, മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ നിനക്ക് സാധിക്കും. വിശ്വസ്തതയോടും പെരുമാറണമോ അല്ലെങ്കിൽ വർത്തിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അപ്പോൾ നമ്മുടെ വിശ്വസ്തത കുറവാണ്, അല്ലെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹം ദൈവത്തോട് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് വചനം പാലിക്കാനായിട്ട് നാം ശ്രദ്ധിക്കാത്തത്. മനസ്സ് വെച്ചാൽ നമുക്കതിനുള്ള തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ വചനം പാലിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതിനാണ് നമുക്ക് നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തത്. ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പരമോന്നതമായ ഒരു ദാനമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ വചനമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. നമുക്ക് തെറ്റുപറ്റുന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റുന്നതെന്ന് യേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.